ഹലോ, വെൽക്കം ടു അച്ചി കിച്ചൺ. ഇന്ന് ഞാനൊരു പാവയ്ക്ക കറി വെക്കാൻ പോവുകയാണേ. ഞാൻ പാവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കാര്യം ഇപ്പം ഒരു പാവയ്ക്ക ഞാൻ അരിഞ്ഞ് കറി, ഒരു ചെറിയ പാവയ്ക്ക ഒരു വലിയ പാവയ്ക്കായിരുന്നേ, ചെറുത് അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പാവയ്ക്ക എടുത്ത് കഴുകി അപ്പുറവും ഇപ്പുറവും വെട്ടിയിട്ട് രണ്ടായിട്ട് പൂളി എടുക്കണേ. എന്നിട്ട് അതിൻ്റെ ഇപ്പം എന്താണ്ട് ഇങ്ങനെ ഓരോന്നും ഇത്രശ്ശയും വിധത്തി കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണേ. കണ്ടില്ലേ? എന്നിട്ട് ഓരോന്നും ഇതാ ഇതുപോലെ അവിയലിൻ്റെ കഷ്ണം അരിയുന്നതൊക്കെ അത്ര വലുതാക്കണ്ട, കട്ടി കുറഞ്ഞ് ഉണ്ടാ, അത്ര കട്ടിയും കുറയ്ക്കണ്ട, ഇതേപോലെ അരിഞ്ഞെടുക്കണം. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിരുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ പാവയ്ക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യേ. ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയൊന്നും വേണ്ട, ഇതിപ്പോൾ തന്നെ നമുക്കൊന്ന് തുടങ്ങാം. എന്നിട്ട് ഈ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇനി ഇത് വെച്ചിരുന്ന ഇതിനകത്തുനിന്ന് വെള്ളം ഊറി വരും, അതിന് വേണ്ട. ഇത് നമുക്ക് ഇപ്പം തന്നെ ഇത് റെഡിയാക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കാം. പാത്രം ചൂടാവട്ടെ. നമ്മളെ പാത്രം ചൂടായേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് ഈ പാവയ്ക്കയില്ലേ, പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി തീ ചെറിയ തീയിലിട്ട് കൊടുക്കേ. ചെറിയ തീയിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കിടക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് 3 ഇടത്തരം തക്കാളി, അത്ര വലിയ തക്കാളിയല്ല, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 പച്ചമുളക്, ഇതിനകത്ത് കുറച്ച് മല്ലിയില തണ്ടോടുകൂടി, ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നരച്ചിട്ടെടുക്കാം. നമ്മൾ പാവയ്ക്കൊക്കെ റെഡിയായി വരുന്നുണ്ടേ. ഞാൻ അടുപ്പൊന്ന് മാറ്റിക്കോട്ടെ. ഇതിവിടെ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഇവിടെ കിടട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. മതിയേ. എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. കടുകെല്ലാം പൊട്ടി അതിനകത്ത് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് അത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
നമ്മുടെ ഈ സവാളയിലോട്ട് ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ അല്ല, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇടയ്ക്ക് നമ്മൾ പാവയ്ക്കയും കൂടെ നോക്കണം. പാവയ്ക്ക തീരെ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. പാവയ്ക്ക് റെഡിയായി കിടക്കുക, പക്ഷേ ഞാൻ തീ അണച്ചിട്ടില്ല. നമ്മുടെ ഉള്ളി എല്ലാം റെഡിയായേ. തീ കുറച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒന്ന്, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കേ. ഇതിനകത്ത് ഈ അരച്ച് വെച്ച മല്ലിയിലയും പിന്നെ തക്കാളിയും പച്ചമുളകും ഇല്ലേ, അതും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറട്ടെ. തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ട് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേ. നമ്മുടെ തക്കാളിയുടെ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ശരി, ഒന്ന് തീയിട്ട് കൊടുക്കേ. ഇനി ഇത് ഈ പാവയ്ക്കയില്ലേ, ഇതൊന്ന് തിളക്കട്ടെ. പാവയ്ക്ക അങ്ങ് മൊരിഞ്ഞൊന്നും പോരുതേ, നല്ലൊന്ന് വഴന്ന് വെക്കണം. നമ്മുടെ കറി തിളച്ചേ. ഇനി ഇതിനകത്ത് ഈ വാട്ടി വെച്ചേക്കുന്ന പാവയ്ക്കയില്ലേ, ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം പാവയ്ക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്താൽ വഴറ്റിയത്. ഇനി കറി തിളച്ചിട്ട് നമുക്ക് നോക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ തീരെയല്ല, തീരെയൊന്നും ശകലം കൂട്ടി വെച്ച് ഇത്രയും മതി. ഈ തീയിൽ കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് ഞാൻ തിളക്കട്ടെ. നമ്മൾ പാവയ്ക്ക കറി നോക്കേ. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ പാവയ്ക്കല്ല, കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. നല്ല മണമുണ്ട് ഇതിന്.
ഉപ്പിച്ച് കുറവാണേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ശർക്കര, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇത് ഇടുന്നതാണ് നല്ലത്, കാര്യം മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. ശർക്കര പൊടി ആയതുകൊണ്ട് അലിയാനൊന്നുമില്ല. കഴിഞ്ഞു നമ്മുടെ പണി. ഇനി ഇതിൽ ഒരു 3 പച്ചമുളക് 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മതിയേ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. നമ്മുടെ പാവയ്ക്ക ഈ ബൗളിലോട്ട് പകർന്ന് വെക്കേ. നല്ല കിട്ടിലും പാവയ്ക്കക്കറി കേട്ടോ, നല്ല രസമാണ് ഇത് കഴിക്കാൻ. കണ്ടില്ലേ നമ്മളെ പാവയ്ക്ക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ വരെ കഴിക്കും. ചെറിയൊരു മധുരമില്ലേ, അന്നേരം കുട്ടികൾക്കും കൊടുക്കാൻ ഏറ്റവും നല്ലൊരു കറിയാണ് പാവയ്ക്ക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കേ. ഇത്തിരി എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ഒന്നും ആക്കണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അപ്പം ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.